ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ബ്ലോക്കായി പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പല റീസൺസ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചോദിച്ച് വന്ന സമയത്താണ് അദ്ദേഹം ചെയ്തൊരു മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡ്രസ്സിൻ്റെ പരിപാടിയായിരുന്നു ചെയ്യുന്നത്. ഡ്രസ്സ് ബിസിനസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വരുന്ന സ്റ്റോക്കുകൾ എല്ലാ ദിവസവും കോൺടാക്ട്സിലേക്ക് ഇൻഡിവിജ്വലായിട്ട് അയച്ചു കൊടുക്കും. അദ്ദേഹത്തിന് വരുന്ന കോൺടാക്ട്സും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയുള്ള കോൺടാക്ട്സിലേക്കൊക്കെ. സോ ഇങ്ങനൊരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം വാട്സപ്പിൻ്റെ പോളിസി പ്രകാരം നമ്മൾ ഒരേ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് നമുക്ക് പോളിസി വയലേഷൻ വരുത്തും. അതായത് അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ അവരെ ഗൈഡ് ലൈൻസ് പ്രകാരം അത് സ്പാം ആക്ടിവിറ്റിയാണ്. സോ ഇതുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് ലിമിറ്റ് ചെയ്തത്. നമുക്ക് ഒറ്റ ടൈം ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് 5 കോൺടാക്ട്സ് എന്നുള്ള രീതിയിൽ അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്നതും അതുകൊണ്ടാണ്. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പററി ബാൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ടെമ്പററി ബാൻ ആണെങ്കിൽ നമുക്ക് അവിടെ റിക്കവർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആയി പോയി കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ ഉണ്ടായിക്കൊണ്ടുവന്ന കസ്റ്റമർ ബേസ്, നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം കയ്യിൽ ആ ഒരു കോൺടാക്റ്റ് ആയ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ ഒറ്റ സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ആ ഒരു നമ്പർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും എത്രത്തോളം നിങ്ങളെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പം നിങ്ങളെ ബിസിനസ്സിനെ വളരെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.